الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. يا أيها الناس أوصيكم وإياي أولا بتقوى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഏകനായ പടച്ച റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് പരസ്യ ജീവിതത്തിലേറെ രഹസ്യ ജീവിതത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണവും നോട്ടവും അള്ളാഹുവിൻ്റെ വീക്ഷണവും എപ്പോഴും സദാ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ ഏത് സമയത്തും ഈ ലോകം വിട്ട് പിരിയേണ്ടവരാണ്, മൗത്തായി പോകേണ്ടവരാണെന്ന ചിന്തയോടുകൂടി ഓരോ നിമിഷങ്ങളും, സെക്കൻഡുകളും, മണിക്കൂറുകളും, ദിവസങ്ങളും, ആഴ്ചകളും, മാസങ്ങളും ഒക്കെ ഭക്തിയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സൃഷ്ടികളായ നമുക്ക് അടുക്കുവാൻ അല്ലാഹു ഒരുപാട് ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടുണ്ട്.
അതിൽ ഏറെ ശ്രേഷ്ഠകരമായ ഉത്കൃഷ്ടകരമായ ധാരാളം പുണ്യവും പ്രതിഫലവും ഏറെ ലഭിക്കുന്ന ഒരു കർമ്മമാണ് ഉലൂഹിയ്യത്ത് അഥവാ ബലികർമ്മം, ഖുർബാന എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതയും പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണുവാൻ സാധിക്കും. വിശ്വാസികളായ നാം നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ അതിമഹത്തരമായ ആരാധനാ കർമ്മമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. ഈ നമസ്കാരത്തിനോട് കൂടെ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞ ഒരു ആരാധനാ കർമ്മമാണ് ഉലൂഹിയ്യത്ത്, ബലികർമ്മം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പ്രഥമമായി ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പിന്നീട് ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്നാ തീർച്ചയായും അഅ്തൈനാക, നാം നിനക്ക് നൽകിയിരിക്കുന്നു കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ. നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും സാമ്പത്തികവും മാനസികവും എല്ലാ തലങ്ങളിലുമുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും, നമ്മുടെ ശ്വസനവും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനവും, ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ഓരോ ശരീരത്തിന്റെ അവസ്ഥകളും, അതൊക്കെ ക്രമം തെറ്റാതെ കൃത്യമായി നിർവഹിച്ചു പോരുന്ന പടച്ച തമ്പുരാന്റെ നിയാമത്തുകൾ, അനുഗ്രഹങ്ങൾ. ആ അല്ലാഹു തആല പറയാം, നിനക്ക് ഞാൻ അനുഗ്രഹങ്ങൾ നൽകി. ആ നിയാമത്തുകൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന നാം ചെയ്യേണ്ട ഒരു പുണ്യകരമായ കർമ്മമാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നിന്റെ ശരീരം ആസകലം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള നമസ്കാര കർമ്മം. എന്നിട്ട് അല്ലാഹു ചേർത്ത് പറയാണ് വൻഹർ, നീ നെഹർ നടത്തണം, ബലികർമ്മം നടത്തണം, കുർബാന നടത്തണം എന്ന് നമസ്കാരത്തിനോട് കൂടെ ചേർത്ത് പറയുകയാണ്. വിശ്വാസികളെ, നാം ഒന്ന് ആലോചിക്കുക. ഈ ഒരു പ്രഥമമായ ഒന്നാമതായ കൽപ്പന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരു കർമ്മമാണ്, ആരാധനാ കർമ്മമാണ് ഉലൂഹിയ്യത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈനി ദബഹുമാ ബിയദിഹി വസമ്മ വകബ്ബറ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൂഹിയ്യത്ത് നിർവഹിച്ചു. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അല്ലാഹുവിന്റെ ഹബീബായി ജീവിച്ചിരിക്കുന്ന റസൂലായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം, മൗത്താകുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പുള്ള കൂറ്റനായ രണ്ട് ആടുകളെ അല്ലാഹുവിന്റെ റസൂൽ ഉലൂഹിയ്യത്ത് നിർവഹിച്ചു. അവ രണ്ടിനെയും അറുത്തു ബിയദിഹി, തന്റെ കൈകൾ കൊണ്ട്, കരങ്ങൾ കൊണ്ട് അറുത്തു. ഉലൂഹിയ്യത്ത് കർമ്മത്തിൽ നമ്മൾ സാക്ഷികളാവുന്ന നമ്മൾ തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. വസമ്മ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹി പറഞ്ഞു. വകബ്ബറ, തക്ബീർ ചൊല്ലി. ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥ നമുക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്ന ബെഡ് ഈന്തപ്പന ഓലയുടെ ബെഡാണ്. പ്രവാചകന്റെ ദേഹത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപോലും മിനുസമുള്ള, അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് ആയ പത്തിരി പോലെ അത്രയും നല്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചിട്ടുള്ള ആ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വമിത്നി മിസ്കീന, അല്ലാഹുവേ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ. ആ അല്ലാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച കർമ്മമാണ് ഉലൂഹിയ്യത്ത്. നാം വിചാരിക്കും പോലെ അത് വലിയ പണക്കാരും വലിയ ധനാഢ്യരും വലിയ റിച്ച് ആയ ആളുകൾ നിർവഹിക്കേണ്ട കടമയാണ്. അല്ല, വിശ്വാസികളെ, നമ്മളിൽ ഓരോരുത്തരും നിർവഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയും പ്രയാസങ്ങളുമുള്ള റസൂൽ നിർവഹിച്ചെങ്കിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞ് നമസ്കാരത്തോട് കൂടി പറഞ്ഞതിന് നാസിറുദ്ദീൻ അസ്സഅദി റഹ്മഹുല്ലാഹ് മുഫസ്സിർ അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ രണ്ട് ഇബാദത്തുകളെയും സ്വലാത്തിനെയും ദബഹിനെയും അല്ലാഹു തആല ഖാസാക്കി പറയാൻ കാരണം ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാത്ത്, ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. വഅജല്ലിൽ ഖുർബാൻ, അല്ലാഹുവുമായുള്ള സാമീപ്യം ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ രണ്ട് കർമ്മമാണ്. ഒന്ന് നമസ്കാരം, മറ്റൊന്ന് ബലികർമ്മം. അതുകൊണ്ടാണ് വിശ്വാസികളെ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്, ഇത് നമ്മൾ നിർവഹിക്കണേ. നമസ്കാരത്തിന് പറഞ്ഞ ശേഷം അതിനോട് ശേഷം പറഞ്ഞ കർമ്മം ഇതാണ്. ഇമാം നാസിറുദ്ദീൻ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഫബിന്നഹിരി, ഈ ഉലൂഹിയത്ത് കർമ്മത്തിൽ അറവിൽ തഖർറുബൻ ഇലല്ലാഹി ബി അഫ്ളലി മാ ഇൻദൽ അബ്ദി മിനൻ നാഹിരി, തന്റെ അടുക്കൽ താൻ പോറ്റുന്ന വളർത്തുന്ന ബലിമൃഗം, ആട്, മാട്, ഒട്ടകങ്ങൾ, അതിനെ നിർവഹിക്കലാണ് അല്ലാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട്. അത് ഏറ്റവും വലിയ കർമ്മ, അല്ലാഹുവിലേക്കുള്ള സാമീപ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്രകാരം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്ത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി പുറത്തെടുത്ത് കൊടുക്കുന്ന ഒരു കർമ്മമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മം, അല്ല ഇഷ്ടപ്പെടുന്ന ഒരു ധനം, അതുപോലെ പിശുക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു. അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ നിർവഹിക്കാനുള്ള ഒരു ഇബാദത്താണ്. ഈ ഇബാദത്ത് കർമ്മം അത് ഉമ്മത്ത് മുഹമ്മദിന് മാത്രമുള്ള കർമ്മമല്ല. പരിശുദ്ധ ഖുർആൻ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ, തീർച്ചയായും ഓരോ സമുദായത്തിനും നാം ആരാധന കർമ്മം ബലികർമ്മമായി നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാം അവർക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ആ ബലിമൃഗത്തിൽ അവർക്ക് ഉപജീവനമായി നൽകിയിട്ടുള്ള ഭക്ഷണമായി നൽകിയിട്ടുള്ള ആ അതിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ ബലികർമ്മം നിർവഹിക്കാൻ, അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഇത് നിശ്ചയിച്ചത്. നമ്മൾ ചില ആളുകൾ ചോദിക്കാറുണ്ടല്ലോ, എന്തിനാണ് മിണ്ടാ പ്രാണിയെ പിടിച്ചുകൊണ്ട് ഈ ഒരു മിണ്ടാ പ്രാണിയെ അതിന്റെ രക്തം ചിന്തിയാല് അതിനെ അറവ് നിർവഹിച്ചാല് നിങ്ങളെ റബ്ബ് തൃപ്തിപ്പെടുമെന്ന് ചോദിക്കാറുണ്ട്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ കാര്യങ്ങളൊക്കെ, ഈ ഭക്ഷണ പദാർത്ഥങ്ങളും ജീവജാലങ്ങളും സസ്യലതാദികളെ ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. പച്ചക്കറികളും വെജിറ്റബിൾസ് അതൊക്കെ ജീവനുള്ളതാ. അതിനെ ഭക്ഷിക്കുന്നുണ്ടല്ലോ ആളുകൾ, അതും മിണ്ടാപ്രാണികളിൽ പെട്ടതല്ലേ. അതും അല്ലാഹു തആല നമുക്ക് ഭക്ഷണമായി തന്നതാ. അതേ രൂപത്തിൽ കന്നുകാലികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഖലഖ ലക്കും മാ ഫിൽ അർളി ജമിആ, ഭൂമിയിലുള്ള സകലം നിങ്ങൾക്കാണ് മനുഷ്യരെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അധീനപ്പെടുത്തി തന്നതാ. അതിനെ അല്ലാഹു തആല അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കാനും അതിനെ അറവ് നിർവഹിക്കാനും ഇബാദത്തുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. എന്നിട്ട് അത് എല്ലാ കർമ്മങ്ങളിലും എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ, ആ മക്കളുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ നിർവഹിച്ച കർമ്മമാണ് അല്ലാഹു തആല അവർക്ക് ഖുർബാനയായിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കർമ്മമായിട്ട് അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു. അതുപോലെ കാബീലും ഹാബീലും നടത്തിയതാണ് ബലികർമ്മം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ സന്താനങ്ങൾ നിർവഹിച്ചത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ചരിത്രം അവർക്ക് ഓതി കൊടുക്കണേ സത്യപ്രകാരം. ഇത് ഖറബ ഖുർബാന, അവർ രണ്ടുപേരും ഖുർബാന നടത്തി. കാബീലും ഹാബീലും അള്ളാന്റെ തൃപ്തി കെട്ടാൻ, പൊരുത്തം ലഭിക്കാൻ, അള്ളാന്റെ സാമീപ്യം ലഭിക്കാൻ. അവരിൽ ഒരാളിൽ നിന്ന് അത് സ്വീകരിച്ചു. അത് കാബീലിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിച്ചു, ഹാബീലിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിച്ചില്ല. വലം യുതഖബ്ബൽ മിനൽ ആഖരി, ആ സമയം സ്വീകരിക്കപ്പെടാത്ത ആള് പറയല്ല അഖ്തുലന്നക്, സ്വീകരിച്ച ആളോട് പറയാ ഞാൻ നിന്നെ കൊല്ലും. നിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചില്ല അല്ലേ.
അപ്പൊ ആ സമയം പറയുന്ന മറുപടി ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ഭക്തിയുള്ള അള്ളാന്റെ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാന്റെ ഹലാലുകളെ നിർവഹിക്കുന്ന ആ തഖ്വയുള്ള ഭക്തിയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കൂ. ബലികർമ്മം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ നിർവഹിച്ച കർമ്മമാണ് ഉലൂഹിയത്ത് കർമ്മം. ഇനി മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സമൂഹം ബനു ഇസ്രായേൽ, അല്ലാഹു തആല അള്ളാന്റെ കൽപ്പന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. മൂസ അലൈഹി സ്വലാം തന്റെ കൗമിനോട് പറയാ, വഇദ ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറ. ബഖറത്തിനെ നിങ്ങൾ, ബലിമൃഗത്തെ നിങ്ങൾ, ആ ബഖറത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ദബഹ് നടത്തണം, ബലി നടത്തണം. ഖാലു അതത്തഖിദുനാ ഹുസ്വാ. അവർ ചോദിച്ചു, ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ബനു ഇസ്രായേൽ അള്ളാന്റെ കൽപ്പന പറഞ്ഞപ്പം, ബക്കറത്തിന് അറുക്കാൻ പറഞ്ഞപ്പം അവർക്ക് വല്ലാത്തൊരു പരിഹാസ്യമായി അവർ സ്വീകരിച്ചു. അതിന്റെ നിറം, അതിന്റെ രൂപം പലതും ചോദിക്കുന്നുണ്ട്. ആ സമയം മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, വിവരമില്ലാത്ത ആളുകളിൽ പെട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുക, അള്ളാഹിനോട് അഭയം തേടുക. നമ്മളൊരു കർമ്മം നിർവഹിക്കാൻ പറഞ്ഞാൽ അത് രക്ഷപ്പെടാൻ വേണ്ടി പല ഉപാധികളും പല വഴികളും ചോദിച്ച് അന്വേഷിച്ച് അതിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇത് തേടുന്ന ബനു ഇസ്രായേൽ, നന്ദികേട് കാണിക്കുന്ന സമൂഹം, അവരോട് എത്ര പറയുമാക്കാതു അവർ നിർവഹിക്കാതെ അവസാനം അവർ അതിനെ കൊന്നുകളെ നിർവഹിച്ചു എന്ന് പറയാ. ഇനി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത് വളരെ വ്യക്തമായി പറയുകയാണ്. 80 വർഷക്കാലം, 80 വയസ്സായിട്ടും ഒരു സന്താന സൗഭാഗ്യമില്ലാതെ, ഒരു കുട്ടി ലഭിക്കാതെ, അള്ളാഹുവിനോട് നിരാശനാവാതെ പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിനോട് തേടി, മുമ്പുള്ള പ്രവാചകന്മാരോടോ അമ്പിയാവിനോടോ ഔലിയാവിനോടോ ഏറ്റവും അടുത്ത ആളുടെ മുഖത്ത് കറാമത്തോ നിർത്തി തേടിയില്ല. സന്താന ലബ്ധിക്ക് വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് പോയില്ല. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തു. 80ാമത്തെ വയസ്സിൽ വിവേകിയായ സന്താനത്തെ നൽകി അല്ലാഹു തആല അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ആ കുഞ്ഞുമോൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമായി, താങ്ങായി, തണലായി, കൺകുളിർമയായി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈപിടിച്ച് ഇബ്രാഹിം നബിയോട് ഓടി നടക്കാൻ പ്രായമായ സമയമായപ്പോ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, മോനെ നിന്നെ അറുക്കണമെന്ന് അല്ലാഹു തആല എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ സ്വപ്നം പകൽ വെളിച്ചം പോലെ പുലരുന്നതാ. ഫൻളുർ മാദാ തറാ, എന്താ മോനെ നിന്റെ അഭിപ്രായം? ഒരു ഉപ്പ മോനെ വിളിച്ച് ചോദിക്കുകയാ, മോനെ എന്താ നിന്റെ അഭിപ്രായം? നമ്മൾ നമ്മളെ മക്കളുമായിട്ടുള്ള സമീപന രീതിയോട് പറയുന്നുണ്ട്. മക്കളെ സ്നേഹത്തോടു കൂടി യാ ബുനയ്യ എന്ന് വിളിച്ച് അവരുമായുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മളിൽ വേണം. മതപരമായ കാര്യങ്ങൾ അവരെ വിളിച്ച് പറയും, എന്താ മോനെ അള്ളാഹുവിന്റെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ദീനുൽ ഇസ്ലാമിൽ സംസാരിക്കണം. മാദാ തറാ, ഇസ്മായിൽ അലൈഹിസ്സലാം പറയാ, യാ അബതി ഫഅൽ മാ തുഅ്മർ, അല്ലാഹു തആല അങ്ങയോട് കൽപ്പിക്കപ്പെട്ട പോലെ പ്രവർത്തിച്ചോ, ഞാൻ റെഡിയാണ്, ഞാൻ ഒരുക്കമാണ്. സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാശീലരിൽ എന്നെ കാണാം പിതാവേ. അങ്ങനെ രണ്ടാളും മിനയിലേക്ക് പോവുകയാണ്. പിതാവിന്റെ കൂടെ എന്തിനാ പോകുന്നത്? ഫുട്ബോൾ കാണാനോ ക്രിക്കറ്റ് കാണാനോ അല്ലെ വേറെന്തെങ്കിലും ടൂറിലല്ല, ആ അറവ് നടത്താൻ, ബലികർമ്മം നടത്താൻ, അല്ലെ മോന്റെ കഴുത്ത് പിടിച്ചറക്കാൻ പിതാവ്. രണ്ടുപേരും അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ആ മകനെ ആ മലഞ്ചെരിവിൽ ചെരിച്ചു കടത്തി കഴുത്താക്കി അറുക്കാൻ വേണ്ടി റെഡിയായി. അല്ലയോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാ, അങ്ങയുടെ സ്വപ്നം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഇഹ്സാൻ ചെയ്യുന്ന, അള്ളാഹു കാണുമെന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകൾക്കുള്ള പ്രതിഫലം. എന്നിട്ട് ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. അഥവാ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല 80 വയസ്സായിട്ട്
ആ വാർദ്ധക്യത്തിന്റെ അവശതയിലും വിഷമത്തിലും ഒരു താങ്ങും തണലുമായി തന്റെ കൈപിടിക്കാൻ, ഒരു താങ്ങായി നിൽക്കാൻ ആ സമയം ഉള്ള ആ മകനെയാണ് അറുക്കാൻ പറയുന്നത്. വല്ലാത്തൊരു പരീക്ഷണം. അള്ളാഹുവിനേക്കാൾ, അള്ളാന്റെ കൽപ്പനയെക്കാളും തന്റെ മകൻ പ്രാധാന്യം കൊടുത്തില്ല. കൽപ്പന പ്രാധാന്യം കൊടുക്കുമോ എന്ന് അള്ളാഹു തആല പരീക്ഷിക്കുക. പരീക്ഷണത്തിന് വേണ്ടി അല്ലാതെ ഇസ്ലാം ഒരിക്കലും നരബലി പറഞ്ഞിട്ടില്ല, മനുഷ്യനെ അറുക്കാൻ പറഞ്ഞിട്ടില്ല, ഒന്നിനെയും മനുഷ്യനെ കൊല്ലാനും പാടില്ല. അല്ലേ? ഇസ്ലാമിന്റെ കാര്യമത മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല الناس ജമീഅൻ. ഒരാൾ അന്യായമായി വധിച്ചാൽ, ഒരു ജീവനെ ഹനിച്ചാൽ അത് മുഴുവനെയും കൊന്നതിന് തുല്യമാണ് എന്നാൽ. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരിക്കലും നരബലിയില്ല. ഇസ്ലാം നരബലിയെ ഇല്ലാതാക്കുകയാണ്. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. അള്ളാഹു തആല സമർപ്പിക്കാൻ പറഞ്ഞ അള്ളാഹുടെ എന്തും അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ റെഡിയാണോ എന്ന് പരീക്ഷിക്കുകയാ. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് അതിന് പകരമായ ഒരു ബലിമൃഗത്തെ നൽകി. ഈ ഒരു കർമ്മമാണ് കാലശേഷമുള്ള ആളുകളിൽ അദ്ദേഹത്തിന്റെ കീർത്തി നിലനിർത്തി. ഇന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസലാമുൻ അലാ ഇബ്രാഹിം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജയും ഹാക്കിമും അവരെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, ഇസ്നാദിലെ കുറിച്ച് അവർ പറഞ്ഞു അത് സ്വഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സുന്നത അബീക്കും, നിങ്ങളെ ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാകുന്നു ഈ ഉലൂഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ, ഇത്രയധികം പുണ്യകരമായ ഒരു കർമ്മമാണ് ഉലൂഹിയത്ത് എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ ബലികർമ്മം നിർവഹിക്കണം, അതെല്ലാ സമുദായത്തിനുമുണ്ട്. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, അത് ആർക്ക് വേണ്ടി മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ? അല്ലാഹുവിന് വേണ്ടി മാത്രം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഈ കർമ്മം നിർവഹിക്കാൻ പാടില്ല. കാരണം ഒരു വിശ്വാസിയുടെ പ്രതിജ്ഞ എന്താണ്? വിശ്വാസിയോട് അല്ലാഹു പറയാ, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുക്കി, എന്റെ ബലികർമ്മവും, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രമേ എന്റെ നമസ്കാരം ഞാൻ നിർവഹിക്കുകയുള്ളൂ, എന്റെ ബലികർമ്മം ഞാൻ നിർവഹിക്കുകയുള്ളൂ. എന്റെ ജീവിതവും എന്റെ മരണവും അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണ്. ഇത് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വിശ്വാസി അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വേണ്ടി ളുഹ്ർ നമസ്കരിക്കൂല. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ അല്ലെങ്കിൽ ബദരീങ്ങൾക്കോ ഏതെങ്കിലും ശുഹദാക്കൾക്കോ അംബിയാവിനോ ഔലിയാവിനോ വേണ്ടി ആരും ളുഹ്റോ സുബയോ മഗ്രിബോ ഇശാഓ ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കൂലല്ലോ. ഇത് അല്ലാഹ്ക്ക് വേണ്ടി സ്വലാത്തി, ഈ നിസ്കാരം അതേ രൂപത്തിൽ തന്നെ വനുസുക്കി, എന്റെ കർമ്മം. എന്നാൽ പല ആളുകളും മുസ്ലിം ഉമ്മത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ബദരീങ്ങളുടെ ആണ്ടിനു വേണ്ടി അറവ് നടത്തുന്ന ആളുകളുണ്ട്. മൊയ്തീൻ ശൈഖിന്റെ ആണ്ടിനു വേണ്ടി അറവ് നടത്തുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഉറൂസുകൾക്കും അല്ലെങ്കിൽ ആണ്ടുകൾക്കും നേർച്ചകൾക്കും അതുപോലെ തന്നെ ചില ഒക്കെ മഹാന്മാരുടെയും മഹതിമാരുടെയും ഒക്കെ പേര് പറഞ്ഞ് അതിനുവേണ്ടി അറവ് നടത്തുന്ന ആളുകളുണ്ട്. വിശ്വാസികളെ നമ്മുടെ പ്രഖ്യാപനത്തിനെതിരാണ്. എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന് പറയും. ചില ന്യായീകരണം പറയും. എന്താ ന്യായീകരണം? അള്ളാന്റെ പേര് ചൊല്ലി ബിസ്മി ചൊല്ലിയിട്ടല്ലേ അറക്കുന്നത്. പക്ഷെ ആരുടെ പൊരുത്തമാണ്, ആരുടെ ഇഷ്ടമാണ് അതിന്റെ പിന്നിൽ? ആ മഹാത്മാക്കൾ, ആ ബദർ ശുഹദാക്കൾ അല്ലെങ്കിൽ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അവർ തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടും, അവർ തങ്ങൾ തൃപ്തിപ്പെടും, ബലാകളിലും ബബാകളിലും അവർ കാത്തുരക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഅനല്ലാഹു മൻ ദഅബ ലിഗൈരില്ലാഹ്, അല്ലാഹു തആല ശപിച്ചിരിക്കുകയാണ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറവ് നടത്തുന്ന ആളുകളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുവിന്റെ ശാപം കിട്ടിയിട്ട് പിന്നെന്തിനാ വിശ്വാസികളെ ഈ ഭൂമിയിൽ ഒരു ജീവിതം? എന്തുണ്ടായി? അല്ലാഹു ശപിച്ച കഥ കഴിഞ്ഞില്ലേ അല്ലെ? അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകമായി എടുത്തുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമായിട്ട് കൊടുത്തത്, ഖാലൽ ഉലമാ, പണ്ഡിതന്മാര് പറയുന്നു, ലൗ അന്ന മുസ്ലിമൻ, ഒരു മുസ്ലിം ഒരു ബലികർമ്മം നിർവഹിച്ചു, അല്ലാഹു അല്ലാത്ത ആളുകളുടെ തഖർറുബ്, അവരുടെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അറവ് നിർവഹിച്ചാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയവനായി തീർന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അത് മതത്തിൽ നിന്ന് പുറത്തു പോയവന്റെ ബലികർമ്മമാണ്.
അതുകൊണ്ട് വിശ്വാസികളെ, ഒരിക്കലും നമ്മളിൽ അത്തരത്തിലുള്ള ഒന്ന് വരാൻ പാടില്ല. ഈ ബലികർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ഒരു അടയാളമാണ്, അള്ളാഹുവിന്റെ ഒരു ശിആറാണ്. അതാണ് ഞാൻ ഇതിലൂടെ നിർവഹിക്കുന്നത് എന്ന് വിശ്വാസികളായ നാം മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞില്ലേ, വൽ ബുദന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈറുൻ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ. അള്ളാഹു തആല പറയാ, ഈ മാടുകളെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അത് അള്ളാഹ് നിശ്ചയിച്ച അള്ളാഹിന്റെ അടയാളമായിട്ടാണ്, അള്ളാഹുവിനുള്ള അടയാളം. അതാണ് ബലികർമ്മം. അത് നിങ്ങൾക്ക് ഖൈറുണ്ട്. അള്ളാഹുവിന്റെ നാമം പേര് ഉച്ചരിച്ചുകൊണ്ട് അവ നിരകളായി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിർവഹിക്കുക. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കർമ്മമാകുന്നു ഈ ഉലൂഹിയത്ത് കർമ്മം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അള്ളാന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നവൻ അവന് തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. വിശ്വാസികളെ, അത് നമ്മളിൽ ഉണ്ടാവണം. അത് നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഒറ്റയ്ക്ക് നിർവഹിക്കാം, ഇല്ലേ? ഇനി ഒറ്റയ്ക്ക് ഒരാടിനെയോ മാടിനെയോ അറക്കാൻ കഴിയാത്ത ആളുകൾക്ക് രണ്ടാളും കൂടി നിർവഹിക്കാം. രണ്ടാളും കൂടിയാവില്ല, മൂന്നാവാം, അവസാനം 7 ആള് വരെ ഷെയർ ആയിക്കൊണ്ട് നിർവഹിക്കാം, അല്ലേ? ഇങ്ങനെ നിർവഹിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയാ, നഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ ഹുദൈബിയ അൽബദന അൻ സബ്അ വൽ ബഖറത അൻ സബ്അ. ഒട്ടകത്തെയും അതുപോലെ തന്നെ ഉരുവിനെയും മാടിനെയും ഒക്കെ ബക്കറത്തിനെയും ഒക്കെ ഞങ്ങൾ 7 ആള് കൂടി വരെ ഷെയറായി നിർവഹിച്ചിരുന്നു. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെന്നാൽ ചിന്തിക്കുക, എത്രയാണ് നമ്മളെ കയ്യിലുള്ള പണം, അല്ലെ? നമ്മുടെ മൊബൈൽ ഒരു വർഷം റീചാർജ് ചെയ്യാൻ എടുത്തിരിക്കുന്ന പൈസ എത്രയാണ്? നമ്മളൊന്ന് ആലോചിച്ചു. ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ പോയി ഹോസ്പിറ്റലിൽ നമ്മൾ അസുഖം ഉണ്ടോ ഇല്ലേ എന്നറിയാം, ഒരു MRI സ്കാൻ ചെയ്യാൻ അത് ഏറ്റവും ചുരുങ്ങിയത് 5000 രൂപയാണ്, അല്ലെ? അത് സ്കാൻ ചെയ്ത് രോഗമില്ല എന്ന് പറഞ്ഞാൽ ആ പൈസ പോയില്ലേ, കിട്ടുമോ? എന്നാൽ അള്ളാഹുവിന്റെ മാർഗ്ഗം അള്ളാഹു തആല പറയാണ്, നിന്റെ റബ്ബിന് വേണ്ടി നീ അറുക്കണം, ബലി അറുക്കണം. അതിന് പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോ, നാളെ മരണാനന്തര ശേഷം നമ്മളെ ഖബറിൽ ഒരു അമലു സ്വാലിഹാത്തായി അതുണ്ടാകും. നാളെ മഹ്ശറയിൽ വരുമ്പോ നമുക്ക് അനുകൂലമായത് സാക്ഷി പറയും. നാളെ മഹ്ശറയിൽ നമുക്ക് നമ്മുടെ മീസാൻ ഗനം തൂകുമ്പോൾ അതിൽ നമ്മുടെ ഉലൂഹിയത്ത് കർമ്മം ഉണ്ടാകും. വിശ്വാസികളെ, അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന വിധം തീരുമാനമെടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ അധികം ആളുകളും അതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ, അത് 7 ആള് കൂടി വരെ നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകൾ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, മൻ വജദ സഅതൻ, ഒരാൾക്ക് അത് നിർവഹിക്കുവാനുള്ള ത്രാണിയുണ്ട്, ശക്തിയുണ്ട്, അത് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ലിയയുദഹിയ, ഉലൂഹിയത്ത് ഫലം യുലഹി, ഉലൂഹിയത്ത് കർമ്മങ്ങൾ നിർവഹിച്ചില്ല. ഫലം യഹ്ദുർ മുസല്ലാന, ബലിപെരുന്നാളിന്റെ മുസല്ലയിൽ നമസ്കാര സ്ഥലത്തേക്ക് അവർ വരേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ അത്രയും ശക്തിയിൽ പറഞ്ഞത് എന്താണ്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ അതിൽ പെടുവോ? നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ്. അള്ളാഹ് തൃപ്തിക്ക് വേണ്ടി, നമ്മുടെ മകളെ കല്യാണത്തിന് വേണ്ടി എത്രയാ നമ്മൾ അറുത്തത്, അല്ലെ? വീട് കൂടൽ പല ചടങ്ങുകൾക്ക് എത്രയാ പണം നമ്മൾ ചെലവഴിച്ചത്. അള്ളാഹ്ക്ക് വേണ്ടി, അല്ല തന്ന ആരോഗ്യം, അല്ല തന്ന സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഉസീകും വസ്സാനി ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പകർത്തിയും തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇദാ റഅയ്തുമുൽ ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ പിറവി ദർശിച്ചു കഴിഞ്ഞാൽ, ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ, വ അറാദ അഹദുക്കും അൻ യുദഹിയ, ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കാനുള്ള ആളുകളായി നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫൽയുംസിക് അൻ ശഅരിഹി വ അൽഫാരിഹി,
തന്റെ നഖങ്ങളും തന്റെ ശരീരത്തിലെ രോമങ്ങളും അത് മുറിച്ചു കളയാനോ വടിച്ചു മാറ്റാനോ പാടില്ല ഉലൂഹിയത്ത് കർമ്മം കഴിയുന്നത് വരെ. അത് ഷെയറായി 7 ആളുകൾ കൂടിയതാണെങ്കിലും ഷെയർ കൂടിയതാണെങ്കിലും ഒറ്റക്കറക്കുന്നതാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കർമ്മം. അതാണ് ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതേ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഉലൂഹിയത്ത് കർമ്മം നമ്മൾ തീരുമാനിക്കുമ്പം അതിന് വേണ്ടുന്നതിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും തന്നെ കേടുള്ള അല്ലെങ്കിൽ കാഴ്ച നശിച്ചതും 4 വിഭാഗം മൃഗങ്ങളെ ഒരിക്കലും നിങ്ങൾ ഉലൂഹിയത്ത് കർമ്മത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് അൽ ബയ്യിനു ഔറാഉഹ, അതിന്റെ കാഴ്ച നശിച്ച ഒരു ബലിമൃഗത്തെ ഉലൂഹിയത്തിന് തിരഞ്ഞെടുക്കാൻ പാടില്ല. കുറച്ച് പൈസ കുറവാണെന്നാ പിന്നെ അതെടുക്കുക പറ്റൂല. വൽ മരീലത്തുൽ ബയ്യിനു മർലുഹ, എന്തെങ്കിലും രോഗമുള്ള മൃഗമാണെങ്കിൽ അതിനെ പറ്റില്ല. വൽ അർജാഉ ബയ്യിനുൻ ലൽഉഹ, അതിന്റെ മജ്ജ നശിച്ച ആരോഗ്യശേഷിയില്ലാത്ത ഒന്നിനെ പാടില്ല. വൽ കസീറത്തുൽ ലദി ലാ തുബ്ഖ, കൊമ്പും അതുപോലെ തന്നെ മറ്റും കുളമ്പുകളും ഒക്കെ പൊട്ടിപ്പോയതിനെയും തിരഞ്ഞെടുക്കാൻ പാടില്ല. അത് വിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അംഗവൈകല്യമുള്ളതോ മുടന്തുള്ളതോ അല്ലെങ്കിൽ ചെവി കീറിയതോ ആയ ഒന്നിനെയും ഉലൂഹിയത്ത് കർമ്മത്തിന് വേണ്ടി പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടി അത് സമർപ്പിക്കുമ്പം അത് വളരെ നല്ലതായിരിക്കണം സമർപ്പിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ആ ഉലൂഹിയത്ത് മൃഗത്തിന്റെ വയസ്സിനെ സംബന്ധിച്ച് ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് തികയണം എന്നുള്ളതാണ്. അത് മാട് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഒട്ടകമല്ലാത്ത മറ്റു വിഭാഗങ്ങളിൽ കന്നുകാലികളിൽ വിഭാഗങ്ങളിൽ പെട്ടതാണെങ്കിൽ 2 വയസ്സ് തികയണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്രകാരം തന്നെ ആടാണെങ്കിൽ 1 വയസ്സ് തികയണം. ഇനി ചെമ്മരിയാടാണെങ്കിൽ 6 മാസമാണ് അതിന്റെ പ്രായം പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വാസികളായ നാം ഓരോരുത്തരും അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. അപ്രകാരം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ആ ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ഉലൂഹിയത്ത് കർമ്മം നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അതിന്റെ അറിവ് നിർവഹിക്കുന്ന അതിന്റെ ആ ആയുധം പെട്ടെന്ന് മൂർച്ച കൂട്ടി അതിവേഗതയിൽ നിർവഹിക്കണം എന്നുള്ളത്. അതേ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ മറ്റു മൃഗങ്ങളെ ഒരു മൃഗത്തെ അറുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഹദ്ദി ശിഫാരി വഅൻ തുവാറ അനിൽ ബആഹിം, മറ്റു മൃഗങ്ങളിൽ നിന്ന് മറച്ചു വെക്കണം. ചിലത് കാണാൻ അറിവ് നിർവഹിക്കും മറ്റു മൃഗങ്ങൾ കാണേ മുമ്പിൽ വെച്ച് അറുക്കുന്നത് പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ വേഗത്തിൽ അറിവ് നിർവഹിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ മാംസം, അതിന്റെ തൊലി, ഇതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം. അറുത്ത ആളുകൾക്കും ഭക്ഷിക്കാൻ, പാവപ്പെട്ടവനും മോൾദറിനും ബായിസിനും ഫക്കീറിനും കൊടുക്കാൻ ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്കും ഭക്ഷിക്കാൻ അറിവ് നിർവഹിച്ചു. അതിന്റെ ജുലൂദഹായ തൊലികളും എല്ലാം തന്നെ നിർവഹിക്കണം. അതിന്റെ തൊലി അറവുകാരന് കൂലിയായി കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, കുലു വഅത്ഇമു വദ്ഖിറു, ഭക്ഷിച്ചോളൂ, സൂക്ഷിച്ചോളൂ ഉലൂഹിയത്തിന്റെ മാംസം. അത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഉലൂഹിയത്തിൽ കൂടിയ ആളുകൾ അത് പൈസ കൊടുത്തിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലുമായി എന്ന് ചിന്തിക്കരുത്. ആ ഉലൂഹിയത്ത് ബലി മൃഗത്തിന്റെ അടുക്കൽ പോകണം, അതിനെ തീറ്റ കൊടുക്കണം, അതിനെ പരിചരിക്കണം, അതുമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. എങ്കിലേ അതിനെ അറുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അതിന്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിന്റെ അടുക്കലെത്തുക, അതിൽ നിങ്ങളുടെ തഖ്വയായിരിക്കും. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, ഭക്തിയാണ്. ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ നിർവഹിച്ചപ്പം അവർ അറവ് മൃഗത്തിന്റെ രക്തവും മാംസവും ഒക്കെ കാബാലയത്തിന്റെ ഭിത്തിയിൽ തേച്ച് പിടിപ്പിച്ചിരുന്നു. അവരോടാണ് അല്ലാഹു തആല പറഞ്ഞത്, അതിന്റെ രക്തവും മാംസവും എല്ലാം അല്ലാഹു നിങ്ങളെ തഖ്വയാകുന്നു. ആ തഖ്വയുള്ളവരായി ഈ ഉലൂഹിയത്ത് കർമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്,
അല്ലാഹു തആല ഉലൂഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞ നിങ്ങളുടെ ഇലാഹ ഏക ആരാധ്യൻ തൗഹീദാണ്, അതുകൊണ്ട് അംഗീകരിക്കുക. അസ്ലിമു, അള്ളാഹുവിന് ഭയപ്പെടുക. വബശിർ മുഖ്ബിതീൻ, അള്ളാഹുവിന് വിനയമുള്ളവരായി സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മഹല്ലത്തിലെ മദ്രസ, ആ മദ്രസയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പരിപാലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം നമ്മളിൽ ഓരോരുത്തരും കൊടുക്കുന്ന ആ സ്വതക്കയാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ആത്മാർത്ഥമായി, നാം മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന, നാളെ പരലോകത്ത് ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ വെയിലേറ്റ് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുത്ത സ്വതക്കയുടെ തണൽ നമുക്ക് ലഭിക്കാൻ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് സ്വതക്ക നിർവഹിക്കുക. അള്ളാഹു നമ്മളിന്ന് അത് സ്വതക്ക കബൂലായ സ്വതക്ക ജാരിയായി അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലിലും വീടുകളിലും കഴിയുന്നു. അള്ളാഹു അവിടെ അസുഖം നീ ശിഫയാക്കണേ അള്ളാഹ്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇല്ലാതാക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, അകാരണമായി ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു തെറ്റുമുറ്റും ചെയ്യാത്ത ജയിലിലടക്കപ്പെട്ട ഒരുപാട് നിരപരാധികളായ ആളുകൾ ഞങ്ങളിലുണ്ട്. അള്ളാഹുവെ, എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹുവെ നിന്റെ സഹായം അവർക്ക് നൽകണമേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങൾ ധാരാളം ആളുകൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും, ഫിലിസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ഇല്ലാതാക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ നീ മോചിപ്പിക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാക്കളും പിതാക്കളും ഉടയവരെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയായിന്റെയും ഔലിയായിന്റെയും സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹ്. അള്ളാഹുവെ, എവിടെ വെച്ച് ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد.